ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ R&D ക്രിയേഷൻസ്. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം എന്താണ് എന്നാണ്. ആദ്യത്തെ ക്ലാസ്സിൽ ലെസൺ 1-ൽ നമ്മൾ സബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ വേർബ് എന്താണെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കർമ്മം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്താണെന്നാണ്. സെൻറ്റൻസിൻ്റെ 3 പാർട്സാണ് സെൻറ്റൻസിനുള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. അതിലുള്ള മൂന്നാമത്തെ പാർട്ട് ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം. സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് സബ്ജക്റ്റ് കർത്താവ്. ആ കർത്താവ് ആരെ എന്തിനെ ചെയ്യുന്നുവോ അതാണ് കർമ്മം അല്ലെങ്കിൽ ഒബ്ജക്റ്റ്. ഇനി നമുക്ക് എന്താണ് ഒബ്ജക്റ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. ഒബ്ജക്റ്റ് ഇസ് എ പേഴ്സൺ ഓർ തിങ് ദാറ്റ് റിസീവ്സ് ദി ആക്ഷൻ ഓഫ് ദി സബ്ജക്റ്റ്. അതായത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരാളായിരിക്കാം, പേഴ്സൺ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു തിങ് ഒരു സാധനമായിരിക്കാം. അതെന്ത് തന്നെയായാലും അത് സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത് ആ ഒരു ആക്ഷനെ, ആ ഒരു പ്രവൃത്തിയെ റിസീവ് ചെയ്യുക, സ്വീകരിക്കുക. സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട്, ആ ഒരു ആക്ഷൻ്റെ റിസൾട്ട് റിസീവ് ചെയ്യുന്ന, സ്വീകരിക്കുന്ന ആളിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അല്ലേ? സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത് അത് റിസീവ് ചെയ്യുന്ന ആൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ഇംഗ്ലീഷ് സെൻറ്റൻസ് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. ആ എക്സാമ്പിൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും എന്താണ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ, ഹീ ഗോസ് ബൈ ബസ്. അവൻ ബസ്സിലാണ് പോകുന്നത്. ഇതിൽ ഹീ, അതായത് ഹീ എന്ന് പറയുന്നത് അവനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആരെക്കുറിച്ചാണോ പറയുന്നത് ആ ആള് വാക്യത്തിലെ സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൽ അവനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് അവനായിരിക്കും സബ്ജക്റ്റ്. ഇനി ക്രിയയുണ്ട് അല്ലേ? ഇതിൽ ഏതാണ് ക്രിയ? പോവുക എന്ന് പറയുന്നതാണ് ക്രിയ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്യുക, പോവുക എന്ന് പറയുന്ന ആ ഒരു വേർഡാണ് ഇതിൽ വേർബ്. ഇനി നമുക്ക് ബൈ ബസ് എന്ന് പറയുന്ന ഒരു 2 പോർഷൻ ഉണ്ട് അല്ലേ? അതിൽ ബസ് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. കാരണം അവൻ എങ്ങനെയാണ് പോകുന്നത്, ഹൗ ഡസ് ഹി ഗോ, അവൻ എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഹൗ എന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? ബസ്സാണ്. അതായത് സബ്ജക്റ്റ് ഒരു ആക്ഷൻ ചെയ്യാണ് അല്ലേ? ഇവിടെ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരു ആക്ഷൻ ചെയ്യുന്നു. ഗോ എന്ന് പറയുന്ന, പോവുക എന്ന് പറയുന്ന ഒരു ആക്ഷൻ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എവിടെയാണ് കിട്ടുന്നത്? നമുക്ക് ബസ്സിലാണ് റിസൾട്ട് കിട്ടുന്നത്. അവൻ പോകുന്നു. അവൻ എങ്ങനെ പോകുന്നു? അവനാണ് സബ്ജക്റ്റ്. അപ്പോൾ ആ സബ്ജക്റ്റ് എങ്ങനെ പോകുന്നു? അവൻ ബസ്സിൽ പോകുന്നു. അപ്പോൾ കണ്ടോ, നമ്മൾ പറഞ്ഞ ഒരു ഡെഫിനിഷൻ്റെ ഒരു ആൻസറാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ടിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് അവൻ പോകുന്നു. അവൻ എങ്ങനെ പോകുന്നു? ബസ്സിൽ പോകുന്നു. അപ്പോൾ ബസ് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം. നമുക്ക് സെക്കൻഡ് സെൻറ്റൻസ് നോക്കാം. ഐ റൈറ്റ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് എഴുതുന്നു. ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. കാരണം എന്നെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഐ സബ്ജക്റ്റാണ്. റൈറ്റ് എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ് അല്ലേ? നമ്മളൊരു കാര്യം ചെയ്യാണ്. അപ്പോൾ റൈറ്റ് വേർബാണ്. ഇനി ബാലൻസ് എന്താണുള്ളത്? ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വേർഡാണ് ഉള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും ഒബ്ജക്റ്റ്. ഐ റൈറ്റ് ഇംഗ്ലീഷ്. ഞാൻ എന്താണ് എഴുതുന്നത്? ഞാൻ ഇംഗ്ലീഷാണ് എഴുതുന്നത്. ഐ ആണ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് എന്താണ് ചെയ്യുന്നത്? ഇംഗ്ലീഷ് എഴുതുന്നു. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വാക്കായിരിക്കും ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം. ഇനി നമുക്ക് തേർഡ് സെൻറ്റൻസ് നോക്കാം. ഷീ പ്ലേസ് വിത്ത് ദി ബോൾ. ഷീ പ്ലേസ് വിത്ത് ദി ബോൾ. അവൾ ബോൾ കൊണ്ട് കളിക്കുന്നു.
അപ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? അവളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. പ്ലേ എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ് അല്ലേ? അപ്പോൾ ആക്ഷൻസ് എല്ലാം വേർബാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് വേർബും സബ്ജക്റ്റും ഒന്നും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ ലെസൺ 1ഉം ലെസൺ 2ഉം പോയി കാണണം. അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് വേർബ് അല്ലെങ്കിൽ എന്താണ് സബ്ജക്റ്റ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് എന്നുള്ള വീഡിയോ കാണുന്നവർക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും എന്താണ് സബ്ജക്റ്റ്. ഒരു സെൻറ്റൻസ് പറയുമ്പോൾ എന്താണ് സബ്ജക്റ്റ്, എന്താണ് വേർബ് എന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതറിയാത്തവർ ആ വീഡിയോസ് പോയിട്ട് കാണണം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഷീ പ്ലേസ് വിത്ത് ദി ബോൾ. അവളെക്കുറിച്ചാണ് പറയുന്നത് ഈ ഒരു സെൻറ്റൻസിൽ. അപ്പോൾ അവൾ എന്ന് പറയുന്നത്, ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. പ്ലേ എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്, ഒരു ആക്ഷനാണ്. അതുകൊണ്ട് അത് വേർബാണ്. പിന്നീടുള്ളത് എന്താണ്? വിത്ത് ദി ബോൾ. അപ്പോൾ അവൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അവൾ എന്തുകൊണ്ടാണ് കളിക്കുന്നത്, എന്തുകൊണ്ടാണ് അവൾ കളിക്കുന്നത്, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചാൽ എന്താണോ ആൻസർ വരുന്നത് ആ ആൻസർ ആയിരിക്കും ആ സെൻറ്റൻസിലെ ഒബ്ജക്റ്റ്. അപ്പോൾ അവൾ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? ബോൾ കൊണ്ട് കളിക്കുന്നു. അപ്പോൾ ബോൾ എന്നുള്ളതായിരിക്കും ഈ ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു നൗൺ ആയിരിക്കാം, ഒരു നാമമായിരിക്കാം. നാമം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാളിൻ്റെയോ സ്ഥലത്തിൻ്റെയോ സാധനത്തിൻ്റെയോ ഒക്കെ പേരിനെയാണ് നമ്മൾ നൗൺ അല്ലെങ്കിൽ നാമം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ അതൊരു തിങ് ആയിരിക്കാം. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു തിങ് ആയിരിക്കാം, അതായത് ഒരു സാധനമായിരിക്കാം. അപ്പോൾ ബോൾ എന്ന് പറയുന്നത് ഒരു തിങ് ആണ് അല്ലേ, ഒരു സാധനമാണ്. അതുകൊണ്ടാണ് തേർഡ് സെൻറ്റൻസിൽ എന്താ ബോൾ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആവുന്നത്. ഇനി നമുക്ക് ഫോർത്ത് എക്സാമ്പിൾ നോക്കാം. ഐ ലൈക്ക് ഐസ്ക്രീം. ഐ ലൈക്ക് ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഈ സെൻറ്റൻസിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഐ, ഞാൻ അല്ലേ. ഐ എന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ലൈക്ക് എന്ന് പറയുന്നത്, ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ്. അതുകൊണ്ട് ലൈക്ക് വേർബായി. പിന്നീടുള്ളത് ഐസ്ക്രീമാണ്. അപ്പോൾ ഐസ്ക്രീം എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. ഐ ലൈക്ക് ഐസ്ക്രീം. എനിക്ക് എന്താണ് ഇഷ്ടം? എനിക്ക് ഐസ്ക്രീമാണ് ഇഷ്ടം. അപ്പം നമ്മൾ സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഒരു റിസൾട്ട് റിസീവ് ചെയ്യുന്ന ആളാണ് ഒബ്ജക്റ്റ് എന്ന് പഠിച്ചു. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഐക്ക് എന്താണ് ഇഷ്ടം? എനിക്ക് ഐസ്ക്രീം. എനിക്ക് എന്താണ് ഇഷ്ടം? ഐസ്ക്രീം. അപ്പോൾ ആ ആൻസർ വരുന്നത് ഐസ്ക്രീമാണ്. അതുകൊണ്ട് ഐസ്ക്രീം ആയിരിക്കും ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം. ഇനി നമുക്ക് ഫിഫ്ത്ത് എക്സാമ്പിളിലേക്ക് കടക്കാം. വി ഗോ ടു ദി ബീച്ച്. ഞങ്ങൾ ബീച്ചിൽ പോകുന്നു. വി എന്ന് പറയുന്നതാണ് ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ്. കാരണം ഞങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഗോ എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ്. പോവുക എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ്. അതുകൊണ്ട് ഗോ എന്ന് പറയുന്നത് വേർബാണ്. ഇനി ഞങ്ങൾ എവിടെ പോകുന്നു? ഞങ്ങൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ബീച്ചാണ്. ഞങ്ങൾ എവിടെ പോകുന്നു? ഞങ്ങൾ ബീച്ചിൽ പോകുന്നു. അപ്പോൾ സബ്ജക്റ്റ് എന്താണ് ചെയ്യുന്നത്? സബ്ജക്റ്റ് ബീച്ചിൽ പോകുന്നു. അപ്പോൾ പോവുക എന്ന് പറയുന്നത് വേർബാണെന്ന് നമുക്കറിയാം. പിന്നീട് ബാലൻസ് എന്ന് പറയുന്നത് ബീച്ച് എന്ന് പറയുന്ന ഒരു വേർഡാണ്. അതുകൊണ്ട് ബീച്ച് ആയിരിക്കും ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കർമ്മം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്താണെന്ന് റിവൈസ് ചെയ്ത് നോക്കാം. കർമ്മം എന്ന് പറയുന്നത് കർത്താവ് ആരെ എന്തിനെ ചെയ്യുന്നുവോ അതാണ് കർമ്മം. അതായത് സബ്ജക്റ്റ് എന്തിനെ ചെയ്യുന്നുവോ ആ ഒരു ആക്ഷൻ്റെ റിസൾട്ട് റിസീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതൊരു തിങ് ആയിരിക്കാം, ഒരു സാധനമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിരിക്കാം, ഒരു ആളായിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ റിവൈസ് ചെയ്യാനുള്ള കാരണം ഇതാണ്. നമ്മളിനി ട്രൈ ദിസ് സെക്ഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. ട്രൈ ദിസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം ഒരു ഒബ്ജക്റ്റിനെ കണ്ടെത്തുകയാണ്. നമ്മൾ കുറച്ച് സെൻറ്റൻസ് തരും, അതിൽ നിന്ന് നിങ്ങൾ ഒബ്ജക്റ്റിനെ കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ അതിനു മുൻപേ ഒബ്ജക്റ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് നമ്മളുടെ ട്രൈ ദിസ് സെക്ഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെൻറ്റൻസ്, ഐ കട്ട് വെജിറ്റബിൾസ്. ഞാൻ പച്ചക്കറികൾ മുറിക്കുന്നു.
ഇതിൽ നിന്നും ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം എന്താണെന്ന് കണ്ടെത്തണം. ഇനി നമുക്ക് സെക്കൻഡ് സെൻറ്റൻസ് നോക്കാം. ഹീ ഡ്രിങ്ക്സ് വാട്ടർ. അവൻ വെള്ളം കുടിക്കുന്നു. ഇനി തേർഡ് സെൻറ്റൻസ്. മദർ സ്കോൾഡ് ദ ചൈൽഡ്. അമ്മ കുഞ്ഞിനെ ചീത്ത പറയുന്നു. എന്തോ കുസൃതി കളിച്ചതിന് അമ്മ കുഞ്ഞിനെ വഴക്ക് പറയാണ്. സ്കോൾഡ് എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുക എന്നാണ് അർത്ഥം. മദർ സ്കോൾഡ് ദി ചൈൽഡ്. അനു ബീറ്റ്സ് അമിത്. അനു അമിത്തിനെ അടിക്കുന്നു. അപ്പോൾ അനുവും അമിത്തും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ എന്താ പറ്റിയെന്ന് അറിയില്ല. എന്തോ പറഞ്ഞ് തെറ്റിയിട്ടുണ്ടാവണം. ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അനു എന്ത് ചെയ്തു? അമിത്തിന് ഒരടി കൊടുത്തു. അനു ബീറ്റ്സ് അമിത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടെത്തണം. ഇനി നമുക്ക് ഫിഫ്ത്ത് സെൻറ്റൻസിലേക്ക് കിടക്കാം. ദേ പ്ലേ ചെസ്. അവർ ചെസ്സ് കളിക്കുന്നു. കുറേ നേരം പഠിച്ച് ബോറടിച്ചതിന് ശേഷം അവരെന്ത് പറഞ്ഞു? നമുക്കിനി കുറച്ച് നേരം ചെസ്സ് കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചെസ്സ് കളിക്കാനിരിക്കുകയാണ്. അവരെന്ന് പറയുന്നത് ആരാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ? ആ കുട്ടികളുടെ പേരും കാര്യങ്ങളും ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ദേ പ്ലേ ചെസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവർ ചെസ്സ് കളിക്കുന്നു. അവരാരെങ്കിലും ആയിക്കൊള്ളട്ടെ, നമുക്ക് ചെയ്യാനുള്ളത് ഇത് മാത്രമാണ്. ഈ സെൻറ്റൻസിൽ നിന്നും ഒബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടെത്തണം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ പഠിച്ച ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സെക്ഷനോട് കൂടി നമ്മളുടെ സെൻറ്റൻസിൻ്റെ 3 പാർട്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ലെസൺ 1, ലെസൺ 2, ലെസൺ 3യിലായിട്ട് ഈ 3 പാർട്സ് പഠിക്കുന്നത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ 3 പാർട്സും കൂടി ജോയിൻ ചെയ്തിട്ടാണ് എല്ലാ ഇംഗ്ലീഷ് സെൻറ്റൻസും ഉണ്ടാവുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ് മുതൽക്ക് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്, സംസാരിക്കാൻ തുടങ്ങുകയാണ്. എങ്ങനെയാണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നത്? നമ്മൾ പറഞ്ഞതുപോലെ സംസാരിക്കാൻ നമുക്ക് കുറേ വേർഡ്സ് വേണം, കുറേ സെൻറ്റൻസ് വേണം. അപ്പോൾ കുറേ സെൻറ്റൻസുകൾ, കുറേ വാക്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ സംസാരം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്.